ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ കറിയുടെ രുചി പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് രുചിയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇരുമ്പാമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല മൂത്ത ഇരുമ്പാമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെണ്ടക്കായാണ്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു സബോളയും എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് എടുത്തതാണ്. പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി അത് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം സ്വല്പം ഉലുവ ഇട്ട് കൊടുത്ത്, ഉലുവ ഒന്ന് നന്നായി മൂത്ത ശേഷം വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് അത് ഇട്ട് കൊടുത്തൊന്ന് മൂത്ത ശേഷം സബോള ഒരെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി ഒരെണ്ണം കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെണ്ടക്കായ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലൊരു വഴുവഴുപ്പുണ്ട്, അപ്പോൾ അത് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാം. അതിനായിട്ട് മുളകും പൊടി 1 സ്പൂണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷമാണ് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കുന്നത്. ഇരുമ്പാമ്പുളി 4 പീസാക്കിയിട്ടാണ് ഒരെണ്ണം ആക്കി അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് തിളക്കുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ അരക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. 1 മുറിയാണ് എടുത്തിട്ടുള്ളത് ചിരവിയത്. അതിലേക്ക് ഒരു 4 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്ര പോരം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത ശേഷം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒന്ന് വറ്റി വെണ്ടക്കായൊക്കെ വെന്ത ശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പാമ്പുളി ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ, അപ്പം അതും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രുചിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കി ചോറിൽ കൂട്ടി കഴിക്കാൻ. അപ്പം ഈ ഒരു ഇതിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒന്ന് ഇറക്കി വെക്കാം. ഈ കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചട്ടിയിലായ കാരണം കൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായ ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടിയ ശേഷം 3 ഉണക്കമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടീസ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ സൗണ്ട് കൊടുക്കുമ്പോൾ വേറെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കറിയപ്പോൾ ആ സ്റ്റവിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് താളിച്ചൊഴിക്കുന്നത് അതിലേക്ക്. അപ്പം നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.